ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഭരത് എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ഭരത്, യഥാർത്ഥ പേരല്ല. എനിക്ക് 25 വയസ്സുണ്ട്. വിവാഹത്തിനൊന്നുമല്ല. ഞാനൊരു ഇലക്ട്രോണിക് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. ഇവിടെ വന്ന് അക്കോമഡേഷൻ നോക്കി ആദ്യം പല സ്ഥലത്ത് നിന്നു. പക്ഷേ കറക്റ്റായിട്ട് എനിക്ക് ഫുഡും ഉറക്കവും ഒന്നും ശരിയാകുന്നില്ല. ആരെങ്കിലും 2 പേരുള്ള റൂമിലാണെങ്കിൽ ഓക്കെ. അങ്ങനെ ഞാൻ ഫേസ്ബുക്കിലും മറ്റ് മാധ്യമങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇങ്ങനൊരു സ്റ്റേ കണ്ടുപിടിച്ചത്. ഇവിടെ ഒരു റൂമിൽ 2 പേരാണ്. അയാളും എന്നെപ്പോലെ വേറെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. പുള്ളി കുറച്ച് മുതിർന്ന ആളായതുകൊണ്ട് സ്വസ്ഥതയുണ്ട്. അതുമാത്രമല്ല, പലപ്പോഴും നൈറ്റ് ഡ്യൂട്ടിയുമാണ്. അതുകൊണ്ട് എനിക്ക് രാത്രി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കിടന്ന് നന്നായിട്ട് ഉറങ്ങാൻ പറ്റും. പിന്നെ ഫുഡ് അത് ഒരു ചേച്ചിയാണ് ഉണ്ടാക്കുന്നത്. ഏകദേശം 10-25 പേരോളം കാണും. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഉച്ചയ്ക്ക് ഫുഡില്ല. ഉച്ചയ്ക്ക് പുറത്തുനിന്ന് കഴിക്കണം. വൈകുന്നേരവും ആ ചേച്ചി വന്നിട്ട് ചപ്പാത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കഞ്ഞിയോ കറിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പോകും. അത് നമ്മൾ എടുത്ത് കഴിക്കണം. വിളമ്പിത്തരാനൊന്നും അവർ വരികയില്ല. കിച്ചണിൽ മറ്റാർക്കും പ്രവേശനവുമില്ല. അവർ എല്ലാം ഉണ്ടാക്കി അവിടെ അടച്ചു വച്ചിരിക്കും. നമുക്ക് ആവശ്യമുള്ളത് എടുത്ത് കഴിക്കുക. പൊതുവെ ആരോടും മിണ്ടുന്ന ഒരു സ്വഭാവമല്ല. അവർ ചിരിച്ച് കണ്ടിട്ടുമില്ല. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒരു 40 വയസ്സ് കാണും. സുന്ദരിയാണ്. വെളുത്ത് ചുവന്ന് തൊടുത്തിരിക്കുകയാണ്. കറുകറെ കറുത്ത നീളൻ മുടി അതിങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. ചില സമയത്ത് അഴിച്ചിട്ട് വരും. ചിലപ്പോൾ ചന്ദനക്കുറി കാണും. ചിലപ്പോൾ അവരുടെ കഴുത്തിൽ നല്ല മാലകൾ മാറി മാറി വരും. എല്ലാം ഫാൻസി മാലയാണ്. കൈവിരലുകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നല്ല സോഫ്റ്റാണ്. ക്യൂടെക്സ് ഇട്ട് മനോഹരമാക്കിയ കാലുകൾ. അവർ ആ കെട്ടിടത്തിൻ്റെ പരിസരത്തൊക്കെ നിൽക്കുമ്പോൾ ഞാൻ അറിയാതെ നോക്കി പോകാറുണ്ട്. ഒരു വട്ടം എൻ്റെ കൂടെ താമസിക്കുന്ന ആളിനോട് ചോദിച്ചു, നീ എന്താണ് അവരെ ഇങ്ങനെ നോക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞല്ല, അവരങ്ങനെ ആരോടും മിണ്ടുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. പുള്ളിക്കാരി അങ്ങനെയാണ്. ഭർത്താവിന് വയ്യാന്നോ മറ്റോ ഒരു വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ജോലിക്ക് വരുന്നത്. വേറെ എന്തോ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഏകദേശം 10 മണിയാകുമ്പോഴേക്കും പുള്ളിക്കാരി പോകും. പിന്നെ 5 മണിയാകുമ്പോഴേ വരികയുള്ളൂ എന്ന് പറഞ്ഞു. മക്കളുണ്ടെന്ന് വെച്ചപ്പോഴേക്കും പിന്നെ മക്കൾ കാണില്ലേ, അവരെ കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ മക്കളുള്ള ആളാണെന്ന് എന്നൊക്കെ പറഞ്ഞ് പുള്ളി ജസ്റ്റ് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ സംസാരിച്ചതൊന്നും ഹൃദയം തുറക്കുന്ന ഒരാളല്ല. അതെന്താ ചേട്ടാ അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അല്ലടാ, നീ ഇപ്പം കൊതിയോടെ അവരെ നോക്കിയില്ലേ? കൊതിയോടെയല്ല, ഞാൻ കൗതുകത്തോടെ നോക്കിയത്. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്കവരെ കണ്ടപ്പോൾ വല്ലാത്തൊരിളക്കമായിരുന്നു. എൻ്റെ വീട്ടിലിരിക്കുന്ന ഭാര്യയെ കണ്ടു കഴിഞ്ഞാൽ ഇവരുമായിട്ട് താരതമ്യം ചെയ്യാൻ പോലും പറ്റില്ല. അതെന്താ, ചേട്ടൻ്റെ ഭാര്യ അത്ര സുന്ദരിയാണോ? എടാ, അവളല്ല സുന്ദരി, ഈ നിൽക്കുന്ന സ്ത്രീയാണ് സുന്ദരി. അല്ല, ഈ ചേച്ചിയുടെ പേരെന്താ? ശാരികെന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഞാൻ ഒരു ദിവസമേ സംസാരിച്ചുള്ളൂ. അധികം അങ്ങോട്ട് വളയുന്ന ടൈപ്പല്ല. ഞാനൊന്ന് നോക്കിയാടാ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ പൊതുവേ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവർക്ക് കുറച്ച് സാമ്പത്തികം കൊടുത്താലും അവരുടെ ഒരു സന്ദർഭം നമുക്ക് കിട്ടുമോ എന്നുള്ള രീതിയിൽ ഞാൻ ട്രൈ ചെയ്തതാണ്. പക്ഷേ 8ക്കും 7ക്കും എന്നോട് അടുത്തിട്ടില്ല. പിന്നെ കഴിഞ്ഞ വർഷം ഇവിടെ ഒരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യനോട് കുറേ അധികം നേരം സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്ന് വെച്ചിട്ട് വേറെ രീതിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ആ ചെക്കനോടെന്തോ നല്ല അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ താമസിക്കുന്ന ആരുമായിട്ടും അങ്ങനെ സംഭാഷണത്തിനൊന്നും പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു പ്രത്യേക ടൈപ്പാണ്. പക്ഷേ കണ്ടാൽ ഒരു അസാമാന്യ സുന്ദരിയാണ്. 40 വയസ്സുണ്ടെന്ന് പറയുന്നു. കണ്ടു കഴിഞ്ഞാൽ ഒരു 28 വയസ്സ് പറയും അല്ലേ എന്ന് ചോദിച്ചു. അതെ ചേട്ടാ, പക്ഷെ ഞാൻ വെറുതെ നോക്കുന്ന. നീ നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. നിൻ്റെ മോഹങ്ങളൊക്കെ അങ്ങ് അടങ്ങിപ്പോകും എന്ന് ചേട്ടനും എന്നെ പറഞ്ഞ് കളിയാക്കി. എങ്കിൽ ഞങ്ങൾ രണ്ടുപേരും മുകളിലിരുന്ന് അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവരങ്ങ് പോവുകയും ചെയ്തു. എന്തായാലും അവർ ആർക്കും പിടികൊടുക്കാത്ത ദുരൂഹമായ ഒരു വ്യക്തിത്വമാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ എന്താണെന്നറിയില്ല, അവരെ കാണുമ്പോൾ എനിക്കൊരു വല്ലാത്ത കൗതുകമാണ്. ഞാൻ പോകുന്നിടത്തൊക്കെ നല്ല പെൺകുട്ടികളെ കാണുന്നുണ്ട്. പുറത്തു വെച്ചും പലരെയും എൻ്റെ നോട്ടത്തിൽ പെടാറുണ്ട്. എന്നാലും എനിക്ക് എന്താ പറയുക, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വൈബ്, ഒരു ഫയർ ഒന്നും അങ്ങോട്ട് തോന്നുന്നില്ല. പക്ഷേ ഇവരെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. ഈ ചേട്ടനോട് അതൊക്കെ പറയാം. അല്ലാതെ എൻ്റെ കൂട്ടുകാരുടെ ആരുടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പറയും, ആൻറ്റിമാരുടെ പുറകെ നടക്കുക നീ എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കും. അത് ഉറപ്പാണ്. അവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ കൂടിയും കളിയാക്കുന്നത് തന്നെയായിരിക്കും. കാര്യം ഞാനല്ലേ തുറന്ന് പറയുന്നത്. അവരുടെ ഉള്ളിലെ മോഹങ്ങൾ ആരോടും പറയുന്നില്ല. എനിക്കാണെങ്കിൽ ഇതൊക്കെ തുറന്ന് പറയാൻ ഇത്തിരി താല്പര്യമുണ്ട്. വേണ്ട, ഒന്നും പറയണ്ട, ഞാൻ മനസ്സ് കൺട്രോൾ ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ഞാനും റൂംമേറ്റായ ചേട്ടനും തമ്മിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യും. കാര്യം ചേട്ടൻ്റെ ജീവിതത്തിൽ നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ട്. സുന്ദരിയായ ഒരു ഭാര്യയെ മോഹിച്ചു. പക്ഷേ കല്യാണം കഴിക്കേണ്ടി വന്നത് അത്ര സുന്ദരിയല്ലെന്നാണ് ചേട്ടൻ പറയുന്നത്.
ശനിയാഴ്ച രാത്രി, ഞായറാഴ്ച രാത്രി മിക്കവാറും ആളുകൾ ആ ഹോസ്റ്റലിൽ കാണുകയില്ല. എങ്കിലും നേരത്തെ പറയും. അപ്പോൾ അവർക്കുള്ള ഫുഡ് മാത്രമേ പുള്ളിക്കാർ രാവിലെ വന്ന് ഉണ്ടാക്കിയുള്ളൂ. പക്ഷേ എനിക്കൊരു ദിവസം വീട്ടിൽ പോകാൻ പറ്റിയില്ലെന്നല്ല, വീട്ടിൽ ആളുകളില്ല. അവർ ഒരു തീർത്ഥാടനത്തിന് പോയിരിക്കുകയാണ്. അപ്പോൾ ശനിയും ഞായറും ഞാനിവിടെ നിൽക്കാൻ തീരുമാനിച്ചു. ചേച്ചി രാവിലെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ ശനിയും ഞായറും കാണുമേ, എണ്ണം എടുക്കുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണേ എന്ന് പറഞ്ഞു. അപ്പം എന്നെ അടിമുടി നോക്കിയിട്ട് ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, ഓക്കെ മോനെ എന്ന്. എന്നിട്ട് ഒന്ന് നടന്നിട്ട് എന്നോട് ചോദിച്ചു പേരെന്താണെന്ന്. ഞാനിപ്പോൾ പേര് പറഞ്ഞു. എവിടെയാണ് ജോലി ചെയ്യുന്നത്? ഞാൻ കമ്പനിയുടെ പേര് പറഞ്ഞു. അതെന്ത് കമ്പനിയാ? ഞാൻ പറഞ്ഞു ഇലക്ട്രോണിക് കമ്പനി. ആ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി. അവരുടെ നടത്തം കണ്ടപ്പോൾ എനിക്ക് ഒരു അരയന്നം നടന്നു പോകുന്ന പോലെ തോന്നി. ഒരു കുണുക്കമുണ്ട്. അതുമാത്രമല്ല ഇത്തിരി മതാലസമായ ശബ്ദമാണ്. ചോദിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്കും എന്തോ ഒരു ഇംപ്രഷൻ തോന്നും. പക്ഷേ അധികമൊന്നും ആരോടും സംസാരിക്കില്ലല്ലോ. അതുകൊണ്ട് അങ്ങോട്ട് ചെന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ നടക്കില്ല. കാര്യം അടുക്കളയിൽ ആർക്കും പ്രവേശനമില്ല. അങ്ങനെയാണ് ഓണറും പറഞ്ഞിട്ടുള്ളത്. വെള്ളമോ തണ്ണിയോ എന്ത് വേണമെന്നുണ്ടെങ്കിലും വിളിച്ചു ചോദിക്കണം. അപ്പോൾ ചേച്ചി അവിടെ ഉണ്ടെങ്കിൽ കൊണ്ടുവയ്ക്കും. അത്രയേ ഉള്ളൂ. മറ്റു റൂമുകളിലുള്ളവർ അടിപൊളിയായിട്ടുള്ള പയ്യന്മാരുമുണ്ട്. അവരൊക്കെ നല്ല നല്ല ജോലികൾ ചെയ്യുന്നു. പിന്നെ പലരും ഒരു റൂംമേറ്റ്സിൻ്റെ രീതിയിൽ അങ്ങ് പോവുകയാണ്. അവരവരുടെ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ ജോഡി ചേർന്ന് പോകുന്നതാണ് അവിടുത്തെ ഒരു രീതി. എല്ലാവരും കൂടെ കൂടിയിരുന്ന് സംസാരിക്കുന്ന പരിപാടിയൊന്നും അവിടെ ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും റൂമുകളിലധികം കയറാറുമില്ല. കാണുമ്പോൾ ജസ്റ്റ് ഹായ് ബൈ മാത്രം. ഈ രണ്ടാമത്തെ നിലയുടെ ഏറ്റവും അറ്റത്തായിട്ട് അവിടെ ഒരു വാട്ടർ ഫിൽറ്റർ ഉണ്ട്. അവിടെ നിന്നാണ് എല്ലാവരും വെള്ളം പിടിക്കുന്നത്. ആ ശനിയാഴ്ച എന്തായാലും ഞാൻ ഒരു സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചു. കാര്യം അവിടെ അധികം ആൾക്കാർ കാണില്ല. എൻ്റെ റൂമിൽ ചേട്ടനുമില്ല. ബോറടിക്കുന്നു. അങ്ങനെ ഞാൻ 6 മണിയായപ്പോഴേക്ക് സിനിമയ്ക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ ഒരു 9:45 കാണും. ഒന്ന് കറങ്ങിയിട്ടാണ് വന്നത്. പക്ഷേ ഒന്നും കഴിച്ചില്ല. ഇവിടെ ആഹാരമുണ്ടല്ലോ. അങ്ങനെ വന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആഹാരമുണ്ട്. അതെടുത്ത് കഴിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ റൂമിലേക്ക് ചെന്നു. ഫിൽറ്ററിൽ നിന്ന് കുറച്ച് വെള്ളം പിടിച്ചേക്കാന്ന് വെച്ചിട്ട് ഞാൻ ആ ഒരു സൈഡിലേക്ക് പോയി. അവിടുത്തെ റൂമിൽ വെട്ടമുണ്ട്. അതിനുള്ളിൽ ആരോ ഉണ്ട്. അവിടെ 2 ആൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവന്മാർക്ക് കൂടി വന്നാലും 22-23 വയസ്സ് കാണും. എന്തോ പഠിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതിലൊരാളെ കണ്ടാലറിയാം ഭയങ്കര റിച്ചായിട്ടുള്ളൊരു പയ്യനാണ്. അവന് ഒരു കാറൊക്കെ ഉണ്ട്. അത് പ്രത്യേക അനുവാദം ചോദിച്ചിട്ട് ഞങ്ങൾ താമസിക്കുന്ന ആ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഏതോ VIP സെറ്റപ്പ് ഉള്ളതുപോലെ. അവന് വേണമെങ്കിൽ ഒരു ഫ്ലാറ്റ് എടുത്ത് താമസിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അവൻ്റെ കൂട്ടുകാരോട് താമസിക്കാനും കണ്ടാണ് വന്നിരിക്കുന്നതെന്ന് ഒരു വട്ടം പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തായാലും അതിനുള്ളിൽ ആ പയ്യനുണ്ടെന്ന് മനസ്സിലായി. ഞാൻ ഫിൽറ്ററിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ടിരുന്നപ്പോഴേക്കും അകത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം ഓ ആ എന്നൊക്കെ കേൾക്കുന്നു. ഞാനതെന്താ ഈ ചെക്കൻ ഏതോ പടം കാണുകയാണ്. ഉറപ്പാണ് ആരും ഇല്ലല്ലോ. ലാപ്ടോപ്പിലാകാം അല്ലെങ്കിൽ മൊബൈലിലാകാം. എന്തായാലും TV ഒന്നും അതിനകത്തില്ല. പക്ഷേ ഇത്തിരി കഴിഞ്ഞപ്പോൾ അടക്കി പിടിച്ച ഒരു സംസാരം എനിക്ക് തോന്നി. അതിനകത്ത് ആരോ ഉണ്ട്. ഇന്ന് ആരുമില്ലല്ലോ. ചെക്കൻ്റെ മുറിയിൽ ആരോ കയറിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവൻ ആരെയും കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഉറപ്പാണ്. ഒന്നാമതേ ഫ്രസ്ട്രേഷൻ അടിച്ചിരിക്കുകയാണ് എനിക്ക്. അതുകൊണ്ട് ക്യൂരിയോസിറ്റി അങ്ങ് കൂടി. എനിക്കാണെങ്കിൽ ഇരിക്കാനും കഴിയുന്നില്ല, നിൽക്കാനും കഴിയുന്നില്ല. വല്ലാത്തൊരു വെപ്രാളം. മാഡത്തിന് മനസ്സിലാകുമെന്നറിയില്ല. എല്ലാത്തിനും ആഗ്രഹമുണ്ട്. ഒന്നും നടക്കാത്തൊരവസ്ഥയിൽ കഴിയുന്ന ആൾക്കാർക്ക് ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാലും അതിൻ്റെതായ ഒരാകാംക്ഷ കാണില്ലേ? അടക്കാനാവാതെ ഞാൻ അവിടെയും ഇവിടെയൊക്കെ നോക്കി. പക്ഷേ അകത്തെ കാഴ്ച തെളിയുന്നില്ല. മുകളിൽ നെറ്റ് അടിച്ചിട്ടുണ്ട്. അതിനകത്തോടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം. പക്ഷെ എങ്ങനെ കയറി നോക്കും? അത് ആപത്താണ്. പറ്റില്ല. എൻ്റെ റൂമിൽ ഇത്തിരി ഉയരം കൂടി ഒരു പ്ലാസ്റ്റിക് ചെയറുണ്ട്. അത് കൊണ്ടുവന്നിട്ട് എത്തി നോക്കിക്കഴിഞ്ഞാൽ നീളമനുസരിച്ച് എനിക്കതിലൂടെ നോക്കിയാൽ കാണാമെന്ന് ഒരു ഐഡിയ തോന്നി. അത് ഞാൻ പതുക്കെ പോയി എടുത്തുകൊണ്ട് വന്നു. അകത്തെന്തായാലും ഒന്നും തീരാറായിട്ടില്ല. അതുമാത്രമല്ല എനിക്ക് ഇങ്ങനൊരു അവസരവും കിട്ടിയിട്ടില്ല. ഏതൊരു മനുഷ്യനും കാണിക്കുന്ന തെറ്റ് ഞാൻ അവിടെ ചെയ്തു. അത് വെച്ച് ഞാൻ നോക്കി മാഡം. ആദ്യത്തെ ഭാഗത്തോട് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും കാഴ്ച വ്യക്തമായില്ല. പിന്നിറങ്ങി ഇപ്പുറത്തെ സൈഡിൽ വന്ന് ഞാൻ നോക്കിയപ്പോഴാണ് എനിക്ക് കനത്ത ഒരു കാണാക്കാഴ്ച അവിടെ തെളിഞ്ഞു കണ്ടത്. ആദ്യം അവനെയാണ് കണ്ടത്. എന്തായാലും സംഗതി ഞാൻ വിചാരിച്ചു തന്നെ അവിടെ ഒരിക്കലും വീഡിയോ കാണുകയായിരുന്നില്ല. യഥാർത്ഥത്തിലുള്ള ഒരു പ്രവർത്തനം അവിടെ നടന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അവരെ രണ്ടുപേരെയും മുഖം കാണാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ അത് കണ്ടുകൊണ്ട് നിന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അവർ അവരുടെ സ്ഥാനമൊന്ന് ചേഞ്ച് ചെയ്ത് വേറൊരു കർമ്മമണ്ഡലത്തിലേക്ക് കയറിയപ്പോഴാണ് എനിക്ക് എല്ലാം വ്യക്തമായി മനസ്സിലായത്.
പക്ഷേ ചെക്കൻ്റെ കൂടെയുള്ള ആളെ കണ്ടാണ് ഞാൻ ഞെട്ടിപ്പോയത്. ആരോടും മിണ്ടാതെ ഒരു രീതിയിലും ഒന്നും ഭാവിക്കാതെ നടന്നിരുന്ന നമ്മുടെ ചേച്ചി തന്നെയാണ് പ്രധാന രംഗത്തിൽ നൃത്തച്ചുവടുകളുമായി കുലുങ്ങി അഭിനയിക്കുന്നത്. ചേച്ചി പുറമേ കാണുന്ന പോലെയല്ല, നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാത്തരം വിദ്യകളിലും അഗ്രഗണ്യയാണവൾ. ചെക്കനെ അവർക്ക് ഇച്ഛ പിടിച്ചു കാണും. അവൻ്റെ സൗന്ദര്യം അതാണ് അവരുടെ പ്രധാന ആകർഷണം. അതോ ഇനി അവൻ സമ്പന്നനായ റിച്ച് കിഡായതുകൊണ്ട് പണം കിട്ടും എന്നുള്ള ഉദ്ദേശത്തിലാണോ? എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെയുള്ള എല്ലാവരും ഏകദേശം ചേച്ചിയെ നോക്കുന്ന സമയത്ത് ചേച്ചി എന്തുകൊണ്ട് ഈ പയ്യനെ തന്നെ തിരഞ്ഞെടുത്തു? ഒന്നുകിൽ സൗന്ദര്യം, അല്ലെങ്കിൽ പണം, അല്ലെങ്കിൽ രണ്ടും ചേർന്നുള്ള കോമ്പിനേഷൻ ചേച്ചിയെ ഹഠാത് ആകർഷിച്ചിരിക്കാം. ചേച്ചി ചിലപ്പോൾ പ്രാവ് കുറുകുന്ന പോലെ കുറുകുന്നു, ചിലപ്പോൾ ചിറകിട്ടടിക്കുന്നു, ചിലപ്പോൾ ഓരിയിടുന്നു. എന്തുകൊണ്ടും ചേച്ചി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ചെക്കനെ ഒത്തിരി ഇഷ്ടപ്പെട്ട രീതിയിലാണ് അവിടെ പ്രകടന പരമ്പരകൾ അരങ്ങേറുന്നത്. ഇതിൻ്റെ എല്ലാം കാരണക്കാരി ചേച്ചിയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ചേച്ചിയാണ് അവിടുത്തെ നിയന്ത്രണം മുഴുവനും ഏറ്റെടുത്തിരിക്കുന്നത്. ചെക്കൻ ട്രാക്കിലേക്ക് വരുന്ന ഒരു പരുവത്തിൽ മാത്രമാണ്. അവന് ആകാംക്ഷയും കൗതുകവും മാത്രമാണ് കൂടുതൽ. അനുസരണയും ധാരാളമുണ്ട്. ചേച്ചി പക്ഷേ അങ്ങനെയല്ല. ഈ ട്രാക്കിൽ കൂടി എക്സ്പ്രസ് ഹൈവേ പണിത ആളാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ദൃശ്യങ്ങൾ ആവാഹിച്ചു കൊണ്ടിരുന്നു. പലപ്പോഴും അവർ ഇടയ്ക്ക് റെസ്റ്റ് എടുക്കുകയും പരിസമാപ്തിയില്ലാതെ നീളുകയും ചെയ്തു. എനിക്ക് മനസ്സിലായി, ഈ അടുത്ത കാലത്തെങ്ങും അവർക്ക് ആ മുറിയിൽ നിന്നിറങ്ങാൻ യാതൊരു താല്പര്യവുമില്ല. അവർ ചിലപ്പോൾ വെളുപ്പിനെയായിരിക്കും അത് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് എനിക്കങ്ങ് തോന്നി. എന്തായാലും എനിക്കിതിനിടയ്ക്ക് റോക്കറ്റ് വിഷയമുള്ള കേന്ദ്രത്തിലെ പരീക്ഷ എഴുതാനുള്ള അവസരവും കിട്ടി. അങ്ങനെ ഞാനെല്ലാം കണ്ടിട്ട് ഒരു റെസ്റ്റ് എന്നുള്ള അവസ്ഥയിലേക്ക് പോയി. എങ്കിലും ഈ ചേച്ചി എപ്പോൾ ഇറങ്ങി വരും? എന്തായിരിക്കും അവരുടെ ഉദ്ദേശം? ഏത് സമയത്തായിരിക്കും അവർ വീട്ടിലേക്ക് പോവുക? അല്ലെങ്കിൽ ഇതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് എങ്ങനെ കിട്ടി? ഈ രാത്രിയിൽ വരുന്നതും പോകുന്നതുമൊക്കെ അവരെങ്ങനെ മാനേജ് ചെയ്യും? എനിക്ക് മുറിയിലിരുന്നിട്ട് യാതൊരു വിധത്തിലുള്ള സ്വസ്ഥതയുമില്ല. അന്ന് രാത്രി ഉറങ്ങാതിരിക്കണം തോന്നി. കാര്യം എനിക്കും കൗതുകം ലേശം കൂടുതലാണ്. കാത്തിരുന്ന് കണ്ണ് കഴിച്ചു എന്നല്ലേ? എങ്കിലും ഞാൻ കാത്തിരുന്നു. അത്രയ്ക്കും ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. കൃത്യം 3:15 ആ മുറിയിൽ നിന്ന് ചേച്ചി പുറത്തിറങ്ങിയത്. എൻ്റെ വാതിലിനോട് ചേർന്ന് തന്നെ ഞാൻ ഉറങ്ങാതിരിക്കുകയായിരുന്നു. ചേച്ചി ഇടനാഴിലേക്ക് ഇറങ്ങിയതും ചെക്കനെ ഒന്ന് കെട്ടിപ്പിടിച്ച് സാന്ത്വനിപ്പിച്ച് അവന് ചുംബനങ്ങളേകി. രാത്രിയിൽ ചേച്ചി മന്ദമാരുതൻ പോലെ നടന്നു പോകാനാണ് ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായി. അവ്യക്തമായി എനിക്ക് കാണാം, കാരണം റോഡിൽ നിന്ന് കുറച്ച് വെട്ടമൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഞാൻ പെട്ടെന്ന് തന്നെ ഇടനാഴിയുടെ ഭാഗത്ത് സ്റ്റെയർ കേസിന് താഴേക്ക് ഇറങ്ങിപ്പോകുന്ന സൈഡിൽ ഒരു ലൈറ്റുണ്ട്, അതങ്ങിട്ടു. ചേച്ചി നക്ഷത്രം പോലെ എൻ്റെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. രണ്ടുപേരും അടപടലം ഞെട്ടിയെന്ന് മനസ്സിലായി. ഉടനെ അവർ മോൻ എന്താ ഇവിടെ? ഞാൻ ചോദിച്ചു, ചേച്ചി എന്താ ഇവിടെ? അത് ഇവൻ്റെ അമ്മ എൻ്റെ ഫ്രണ്ടാണ്, എന്നെ ഏൽപ്പിച്ചിരുന്നു. ഇപ്പം മോന് കടുത്ത പനിയാണെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ നടന്ന് ഇങ്ങോട്ട് വന്നതാണ്. പോയി ഷർട്ട് എടുത്തിട്ടടാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ചെക്കൻ പെട്ടെന്ന് ബുദ്ധി ഉദിച്ച പോലെ അകത്ത് കയറിയിട്ട് ഷർട്ടിട്ടിട്ട് പെട്ടെന്ന് പേഴ്സുമായി ഇറങ്ങി വന്നിട്ട് എന്നാ ചേച്ചി നമുക്ക് പോകാമെന്ന് പറയുന്നു. ഞാൻ അവരെ രണ്ടുപേരെയും കൂടെ ഒന്നാക്കി ചിരിച്ചു. അത് ശരിയാ, ഇവന് 102 ഡിഗ്രി പനിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ചേച്ചി രാത്രിയിൽ അഭിനയിച്ച് ഒട്ടും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ഇത്രയും നേരം അവിടെ ഈ ഒരു കസരയിട്ട് അതിനകത്തേക്ക് നോക്കി നിന്ന് എല്ലാം കാണുകയായിരുന്നു. അവിടെ നടന്നത് അവ്യക്തമാണെങ്കിലും ഏകദേശം ആളുകൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ഞാൻ മൊബൈലിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പനിയാണോ, പനി ആറിയതാണോ, അതോ പനി കൂടിയതാണോ എന്നുള്ളത് എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലായി. ചേച്ചി ഇനി എല്ലാവരോടും മിണ്ടാതെ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ശീലാവതയായി നടക്കുന്ന ആ ഒരു കാര്യമില്ലേ, അതങ്ങ് നിർത്ത്. ചേച്ചി യഥാർത്ഥത്തിൽ എന്താ വന്നതെന്ന് തുറന്നു പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും ചേച്ചി അയ്യോ മോനെ ആരോടും പറയല്ലേ, ഒരു മനുഷ്യരോടും പറയരുതേ എൻ്റെ കുട്ട, എൻ്റെ പൊന്നല്ലേ ചക്കരെ, നീ ആരോടും പറയല്ലേടാ, അതെൻ്റെ കുടുംബജീവിതത്തെ ബാധിക്കും. എൻ്റെ ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും. ഞാനിവിടെ ജോലിക്ക് വരുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ശരിയാ ചേച്ചി, പക്ഷെ ചേച്ചി സത്യം അങ്ങ് പറ, എന്തിനാ ചേച്ചി വന്നത്? ഇപ്പം ഞാൻ കണ്ടല്ലോ.
അപ്പോഴേക്കും അവർ ഒന്നുകൂടി നല്ല രീതിയിൽ എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അതിനെന്താ മോനെ, ഇവനും ഞാൻ തമ്മിൽ അങ്ങൊരു ബന്ധം, ആണും പെണ്ണുമല്ലേ, അതിനെന്താ, നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിനക്ക് എന്തെങ്കിലും മോഹം ഉണ്ടോടാ കുട്ടാ, എങ്കിൽ ചേച്ചി നിൻ്റെ കൂടെ നിൽക്കില്ലേ, നീ ബഹളമുണ്ടാക്കാതെ, ബഹളമുണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നാണക്കേടല്ലേ എന്ന് പറയുന്നു. ചെക്കനാണെങ്കിൽ കുറച്ച് വിരണ്ടു നിൽക്കുകയാണ്. പിന്നെയും അവരോട് തർക്കിക്കുന്നതിൽ കാര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു, എനിക്കും ആഗ്രഹങ്ങളുണ്ടെന്ന് ചേച്ചി മനസ്സിലാക്കിയാൽ മതി, അല്ലാതെ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇത് ചെവി അറിയാതെ ഇതൊക്കെ ഞാനും മുന്നോട്ട് കൊണ്ടുപോകും. ചേച്ചി എന്താ തീരുമാനം ചോദിച്ചു. ചേച്ചി അപ്പോഴേക്ക് എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, അതിലൊന്നും ഒരു പ്രശ്നമില്ല മോനെ, പക്ഷേ 4 മണിക്ക് മുമ്പേ എനിക്ക് വീട്ടിൽ ചെല്ലണം, 1 മണിക്കൂർ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതിനെന്താ ചേച്ചി, സ്വാഗതം. ചെക്കനോട് ചേച്ചി പറഞ്ഞു, അമ്മ പോയി കിടന്നു, എനിക്ക് കുഴപ്പമില്ല, ഇവിടുത്തെ കാര്യങ്ങൾ ചേച്ചി സോൾവ് ചെയ്യാമെന്ന്. ചേച്ചി വന്നു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എന്തായാലും ഞാൻ എന്തുകൊണ്ടാണ് എല്ലാവരോടും മിണ്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ക്യാഷിൻ്റെ ആവശ്യമുണ്ട്, നല്ല ക്യാഷുള്ളവരെ മാത്രമേ ഞാൻ സെലക്ട് ചെയ്യുകയുള്ളൂ. ഇപ്പോൾ നീ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു, എനിക്ക് മാസം ഒരു 10,000 രൂപയെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നീ 10-25 വർക്ക് ചെയ്യുന്നതിൽ നിന്ന് 10,000 രൂപ പോയി കഴിഞ്ഞാൽ നിൻ്റെ ജീവിതം എന്താകും? അപ്പോൾ എനിക്ക് ടാർഗറ്റ് ചെയ്യേണ്ടവർ നല്ല പണമുള്ളവരാണ്. അങ്ങനെ അധികം പണമുണ്ടാക്കുന്നവരൊന്നും ഇവിടെ ഒന്നും താമസിക്കുന്നില്ല. കഴിഞ്ഞ വർഷം ഒരു പയ്യൻ കണക്കറ്റ് പണം, ഈ വർഷം ഈ പയ്യൻ, ഇവനാണെന്നുണ്ടെങ്കിൽ എന്നെ ആദ്യമേ ഒന്ന് ട്യൂൺ ചെയ്തു. പക്ഷേ ഞാൻ നോക്കിയത് പണമാ മോനെ, എന്തിനാ വെറുതെ കളത്തിരം പറയുന്നത്? എനിക്കിഷ്ടങ്ങളുണ്ടെങ്കിലും പണമാണ് എനിക്ക് മുഖ്യം, അല്ലാതെ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും എന്നെ നോക്കുന്നതും ശ്രദ്ധിക്കുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ അവരുടെ എല്ലാ ആഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രവർത്തന നിരതയാകാൻ എനിക്ക് പറ്റില്ല. കാര്യം എനിക്ക് കിട്ടണം പണം. ചേച്ചിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നു. പക്ഷേ ആദ്യം കണ്ടപ്പോഴേ ചേച്ചി എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പ്രയത്നിച്ചത്. അതിന് സാരമില്ല ചേച്ചി, നിനക്ക് വേണ്ടി നൃത്തമണ്ഡപം ഇന്നൊരുക്കും, പക്ഷേ സമയത്തിന് പരിമിതിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് ചേച്ചി എൻ്റെ അടുത്തേക്ക് വന്നു. പക്ഷേ അവിടെ എനിക്ക് ആ ചെക്കനെ പോലെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു ട്രബിൾ ഉണ്ടായിരുന്നില്ല. കാര്യം രംഗപൂജ മുതൽ തില്ലാന വരെ ചേച്ചി തന്നെയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. ചേച്ചി 1 മണിക്കൂറിനുള്ളിൽ ലാസ്യത്തിൽ തുടങ്ങി താണ്ഡവത്തിൽ നിർത്തി. പക്ഷേ എനിക്കും അല്ലറ ചില്ലറ പ്രോബ്ലംസ് ഉണ്ടായി. കാര്യം മോഹവും പ്രവൃത്തിയും രണ്ടും രണ്ടാണല്ലോ. മോഹത്തിൽ എല്ലാം ഓക്കെ, പക്ഷേ കർത്താവ്, ക്രിയാകർമ്മം എന്നിവയിലേക്ക് കാലൊന്നുമ്പോൾ തീർച്ചയായിട്ടും ആണുങ്ങൾക്കും ആദ്യ സമയത്ത് ബുദ്ധിമുട്ടുകളുണ്ടാകും. പക്ഷേ അത് സുഖമുള്ളൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ചേച്ചി പോയ ശേഷം ഞാൻ സ്വപ്നങ്ങളെ ഒത്തിരി താലോലിച്ചു. പോകാൻ നേരത്ത് 3000 രൂപ ഉണ്ടായിരുന്നു. അത് വേണ്ട മോനെ, ഞാൻ നമ്മുടെ പയ്യനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞ് മൊബൈൽ ഫോൺ എടുത്ത് വിളിച്ചു. ആ പയ്യൻ മുറി തുറന്ന് പുറത്തു വന്നു. മോനെ, ചേച്ചി പോവുകയാണ്, മോൻ ചേച്ചിക്ക് വെച്ച് ഗിഫ്റ്റിങ് തന്നേന്ന് പറഞ്ഞു. ചെക്കനാണെങ്കിൽ ഒരു കുത്ത് നോട്ടെടുത്താണ് അവരുടെ കയ്യിൽ കൊടുത്തത്. അത് വാങ്ങിച്ച് ഞങ്ങൾക്ക് 2 പേർക്കും ഓരോ സ്നേഹ ചുംബനങ്ങളും നൽകിയിട്ടാണ് ചേച്ചി പോയത്. എന്തായാലും പിറ്റേ ദിവസം ചേച്ചി വന്നു കഴിഞ്ഞപ്പോഴേക്കും, എന്ന് വെച്ചാൽ ഒരു 2-3 മണി കഴിഞ്ഞപ്പോൾ ചേച്ചി തിരിച്ചു വന്നു. സന്തോഷവതിയായിരുന്നു, എന്നോട് ഇടയ്ക്കൊന്ന് സംസാരിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് എനിക്കായിരുന്നു ചേച്ചിയോട് അട്രാക്ഷൻ കൂടുതൽ. ഞാൻ പല സമയത്തും ചേച്ചിയോട്, ചേച്ചി അടുത്ത ശനിയാഴ്ച, അടുത്ത ഞായറാഴ്ച എന്നൊക്കെ പറഞ്ഞു. ചേച്ചി പറഞ്ഞു, നീ വെയിറ്റ് ചെയ്യേ, സാഹചര്യം വരുമ്പോൾ എൻ്റെ ചെക്കൻ്റെ അടുത്ത് ഞാൻ വരില്ലേടാ, ഇപ്പം നീ ഒന്ന് പിടിച്ചു നിൽക്കൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 1-2 മാസം അവർ എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിച്ചു. ഞാനിപ്പോൾ പറഞ്ഞു, ചേച്ചി ഇത് ശരിയാകില്ലെന്ന്. അവർ പറഞ്ഞു, അടുത്ത ശനിയാഴ്ച തീർച്ചയായിട്ടും നിനക്ക് വേണ്ടി വാതായനങ്ങൾ തുറക്കുന്ന ദിവസമായിരിക്കും മോനെ. പിന്നെ നിൻ്റെ കയ്യിലുള്ള ആ വീഡിയോ ഒക്കെ ഇല്ലയോ, അന്ന് നീ ഡിലീറ്റ് ചെയ്യണം. ചേച്ചി ഇത്രയും നിന്നോട് അടുത്ത് പെരുമാറിയിട്ടും ആ വീഡിയോ പിന്നെ സൂക്ഷിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതൊന്നും ഇല്ല ചേച്ചി, ഞാൻ വെറുതെ പറഞ്ഞതാണ്, ഞാൻ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ, അതിൽ നിന്നൊന്നും വ്യക്തമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. ആഹാ, നീ നല്ലവനാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ തോന്നി. ഈ ശനിയാഴ്ച നിനക്ക് വേണ്ടിയാണ് എന്ന് ചേച്ചി എന്നോട് പറഞ്ഞു. ആ ശനിയാഴ്ച ഞാൻ കാത്തിരുന്നു മാഡം, പക്ഷേ ചേച്ചി വന്നില്ല.
ഫോൺ നമ്പറൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരെ കോണ്ടാക്ട് ചെയ്യാനും വന്നില്ല. രാവിലെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ എന്നോട് പറഞ്ഞു ഇങ്ങനെ വരാൻ പറ്റിയില്ല, ഹസ്ബൻഡിന് ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ അവരുടെ സാഹചര്യമൊന്നും എനിക്കറിയില്ല. അവർ പറയുന്ന കഥകളൊക്കെ ദുരൂഹമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. ഞാൻ പറഞ്ഞു ചെയ്തത് ശരിയായില്ല ചേച്ചി, മോനെ എന്നോട് ക്ഷമിക്കടാ, ഇന്ന് ഞായറാഴ്ചയല്ലേ, ഞാൻ ഇന്ന് റെഡിയാണല്ലോ, പിന്നെ നിനക്കെന്താ എന്ന് പറഞ്ഞു പോയി. അന്ന് വൈകുന്നേരം അവർ വന്നിട്ട് പറഞ്ഞു ഞാൻ ഒരു 12 മണിയായപ്പോഴേക്ക് വരാം എന്ന് പറഞ്ഞിട്ടാണ് മാഡം പോയത്. ഞാൻ കാത്തിരുന്നു, അവർ വന്നില്ല. പിറ്റേ ദിവസം രാവിലെ ആയി കഴിയുമ്പോഴേക്കുമാണ് ഒരു കാര്യം മനസ്സിലായത്. അവരും ആ പയ്യനുമായിട്ട് എവിടെയോ സ്ഥലം വിട്ടു. കാര്യം അവരുടെ ഭർത്താവ് വന്ന് അവിടെ ബഹളം വെച്ചു. അപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത്. ആ ചെക്കനും അവരും തമ്മിൽ സ്ഥലം വിട്ടെന്ന്. എവിടെ പോയെന്നോ എങ്ങനെ പോയെന്നോ എന്നൊന്നും അറിയില്ല മാഡം. അന്ന് ബഹളം വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ ഉടമ വന്ന് അയാളെ ചാടിച്ചു വിട്ടു. നിന്റെ പെണ്ണുമുള്ള പോയതിന് ഞാനെന്ത് പിഴച്ചു എന്നൊക്കെ പറഞ്ഞു. എന്തായാലും അന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അതിൽ ഇടപെടാൻ പറ്റിയില്ല. പിന്നെ അവരെക്കുറിച്ച് ഒന്നും അറിഞ്ഞില്ല. ഒരു ദിവസം ഉടമയോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കാതിരിക്കുന്നത് നല്ലത്, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അയാളും ഒഴിഞ്ഞുപോയി. പക്ഷേ ഈ പറഞ്ഞതുപോലെ ആ ചേച്ചി അവരുടെ ഓർമ്മകൾ എന്നെ വേദനിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ മാഡം ചിലപ്പോൾ എന്നെ തെറി വിളിച്ചേക്കും. എന്നാലും എന്തോ എനിക്കവരെ ഒത്തിരി ഇഷ്ടമായിരുന്നു മാഡം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലിപ്പോൾ നിങ്ങൾ വിഷമിച്ചിട്ട് കാര്യമില്ല. കാര്യം ആ സിറ്റുവേഷനിൽ നിങ്ങൾ പതിയിരുന്ന് അവരെ കണ്ടുപിടിച്ചു. അപ്പോൾ അവരാ സിറ്റുവേഷൻ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ എന്നുള്ള മട്ടിൽ നിന്നെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ മോഹസാഫല്യത്തിനുള്ള ഒരു അവസരം നിങ്ങൾ ഒപ്പിച്ചെടുത്തു എന്ന് പറയാമെന്നല്ലാതെ അവരുടെ ആഗ്രഹം എന്താണ്, അവരാരാണ്, എന്ത് ദുരൂഹതയാണ് അവർക്ക് പിന്നിലുള്ളത്, ആ ചെക്കൻ എവിടെയാണ്, എങ്ങനെയാണ്, ഇതൊന്നും നിങ്ങൾക്കറിയില്ല. അപ്പം അതിന് പുറകെ പോയിട്ടും കാര്യമില്ല. പിന്നെ നിങ്ങൾ പ്രേമിക്കുകയോ കല്യാണം കഴിക്കുകയോ ഒക്കെ ചെയ്യേണ്ട ഒരു വ്യക്തിത്വമാണോ അവർ? അല്ല. പോയത് പോയി, നടന്നത് നടന്നു. ജീവിതത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളും നടക്കും. ഇതിനെ വലിയൊരു കാര്യമായിട്ട് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. അവർ വേറെന്തോ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വന്നവരാണ്. അവരുടെ ലക്ഷ്യം അവർ നേടിയെടുക്കാൻ വേണ്ടി പോയതായിരിക്കും എന്ന് വിചാരിക്കാം. നിങ്ങളതിൽ ഒരു ക്യാരക്ടറേ അല്ല, നിങ്ങൾക്കൊരു റോളും ഇല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ ഒന്നുമില്ല. ചുമ്മാ കഥ പോലെ അത് കേട്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. വിഷമിക്കാതെ അടുത്ത കാര്യങ്ങളിലേക്ക് നോക്കുക. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം ജോലി നോക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.